ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജയം ജേണി. എമ്പുരാൻ ഇനി അങ്ങോട്ട് നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. കാരണം ക്യാരക്ടർ നമ്പർ 5 ഇവിടെ എത്തി. ഇനി വളരെ കുറച്ച് അല്ലെ 4 കഥാപാത്രങ്ങളോ എത്രയേ ഉള്ളൂ ഇനി ആകെ വരാൻ. 4, 3, 2, 1 4 കഥാപാത്രം. മേ ബി അതിന് ശേഷം ഒരു സർപ്രൈസ് ക്യാരക്ടർ അവർ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഹിഡൻ പേഴ്സൺ അതാരാണ് തരികയാണെങ്കിൽ അതടക്കം 5 കഥാപാത്രം അത്രേ ഇനി വരാനുള്ളൂ. അത് ഓൾമോസ്റ്റ് ആരൊക്കെയാണെന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്കുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 36 കഥാപാത്രങ്ങളെ എല്ലാം നമ്മൾ ഡെയിലി ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ഒരു 5-6 കഥാപാത്രങ്ങൾ ഒരുമിച്ചൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പക്ഷെ ഇന്നലെ ജെറോം ഫ്ലിൻ വരുന്നത് വരെ, അതായത് നമ്മുടെ ഗോട്ട്, ഗെയിം ഓഫ് ത്രോൺസ്, എച്ച് ബി ഒയുടെ ഗെയിം ഓഫ് ത്രോൺസ്, അതിലെ നമ്മുടെ ഫ്ലിൻ വരുന്നത് വരെ, അദ്ദേഹത്തിന്റെ കഥാപാത്രം വരുന്നത് വരെ നമുക്ക് അത്ര വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും വളരെ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. ആ ഒരു ഒറ്റ കഥാപാത്രം കൊണ്ട് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു വിചാരിച്ചതിനും എത്രയോ മുകളിൽ ഹൈപ്പ് പിന്നെയും കൂടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന് പറ്റുന്ന സർപ്രൈസ് എലമെന്റ്സ് വേറെ ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതൊക്കെ കണ്ടറിയന്നെ വേണം. ഇപ്പോഴും ഒരുപാട് പേരുകൾ, അതായത് ഒരുപാട് റൂമേഴ്സ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷകൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓഫ്കോഴ്സ് അതിൽ ഡോൺലി ഉണ്ട്, മമ്മൂക്കനെ പറയുന്ന ആളുകളുണ്ട്. പല ആളുകളും പൃഥ്വിരാജ് മമ്മൂക്ക ഇല്ല എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് മറുപടി ആയിട്ട് പല ആളുകളും പറയുന്നത് മമ്മൂക്ക ഇല്ല, പക്ഷെ മമ്മൂക്കന്റെ കഥാപാത്രമാണ്, പുള്ളി അമ്മാതിരി അഭിനയമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കമന്റ്സ് ഉണ്ട്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് നമുക്ക് ഇല്ലാന്ന് വൃത്തി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ വലിയ പ്രതീക്ഷ ഒന്നും വെക്കേണ്ടതായിട്ടില്ല തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ അതല്ലാതെ കേൾക്കുന്ന പേരുകളാണെങ്കിൽ റിക്യൂനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബിക്കോസ് ആൻഡ്രിയ തിവഡാർ അല്ലേ, തിവഡാർ, എന്തായാലും പുള്ളിക്കാരിയും റിക്യൂനും ഒരുമിച്ചൊരു പോസ്റ്റ് ഇടുകയും എമ്പുരാന്റെ എന്തോ സംഭവം പറഞ്ഞിട്ടൊക്കെ അത് ഡിലീറ്റ് ചെയ്യും, വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റിക്യൂൻ എല്ലാവരും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് പേരുകൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇക്വലൈസറിലെ നായകന്റെ പേര് ഇപ്പോഴും കേൾക്കുന്നുണ്ട്, ഡോണിയൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, ഷൈൻ ടോം ചാക്കോ പറയുന്ന ആളുകളുണ്ട്, ധനുഷിനെ പറയുന്ന ആളുകളുണ്ട്. ധനുഷൊന്നും ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. എമാരി നടിമാരെയും നടന്മാരെയാണ് ഇവർ തരുന്നത്. എന്തെങ്കിലും ആവട്ടെ, ക്യാരക്ടർ നമ്പർ 6 ഇന്ന് രാവിലെ 10 മണിക്ക് വന്നിട്ടുള്ളത് മൈക്കൽ മെനുവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, മെനുഹിൻ അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത് ആൻഡ്രിയ തിവഡാറാണോ തിവാദറാണോ പല രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഡയറക്റ്റായിട്ട് വായിക്കുകയാണെങ്കിൽ ആൻഡ്രിയ തിവഡാർ. അപ്പോൾ പുള്ളിക്കാരുടെ കഥാപാത്രമാണ്. അറിയാലോ, ഒരു ഓഫീസറായിട്ടാണ് വരുന്നത്. ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ്. ഏത് രാജ്യം അറിയില്ല, ഒരുപാട് രാജ്യങ്ങളെ കൊണ്ട്, റഷ്യ, ഇംഗ്ലണ്ട്, മറ്റത് മറിച്ചത് കുറെ ഉണ്ട്, അമേരിക്ക. അപ്പൊ ഏതാണെന്ന് അറിയില്ല. പല ആളുകൾ അവിടെ ഇത് കണ്ടില്ലേ ഇവിടെ ഇതിൽ കണ്ടില്ലേ എന്ന് ചോദിക്കട്ടെ, എനിക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല. ഫോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നു, ദാറ്റ്സ് ഓൾ. അപ്പൊ എന്തായാലും ആ ക്യാരക്ടർ, ആൻഡ് ഈ ക്യാരക്ടർ വന്നുകൊണ്ട് തന്നെ ഇന്ന് 6 മണിക്ക് വരുന്നത് റിക്യൂൻ ആണ്. ഉറപ്പിച്ചിട്ടുണ്ട്, കുറെ ഉറപ്പാണ് വച്ചാണ് ഇത് റിക്യൂൻ ആണെന്ന്. പക്ഷെ അവിടെ പ്രതീക്ഷകൾക്ക് ഒരു ചെറിയ തടസ്സം ഇട്ടുണ്ട്. റിക്യൂൻ ഇല്ലാന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല, ബട്ട് ചെറിയ തടസ്സം ഇട്ടുകൊണ്ട് 6 മണിക്ക് തന്നിട്ടുള്ളത് പ്രിയദർശിനി രാംദാസ്, മഞ്ജു വാര്യർ, പുള്ളിക്കാരന്റെ ക്യാരക്ടറാണ്. ആൻഡ് ഇത് കാണുമ്പോൾ, പോസ്റ്റർ കാണുമ്പോൾ ഒറ്റയടിക്ക് എനിക്ക് ആദ്യം ഞാൻ നോട്ടീസ് ചെയ്തത് ഭയങ്കരമായിട്ട് മെലിഞ്ഞു. ഐ മീൻ ആദ്യത്തിനേക്കാൾ വീണ്ടും സ്കെൽറ്റായി ആള്, ഭയങ്കരമായിട്ട് തടിയൊക്കെ കുറഞ്ഞ് വീണ്ടും മെലിഞ്ഞ് ഭയങ്കര യങ്ങായി കുറച്ചുകൂടെ. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. ആൻഡ് പുള്ളിക്കാരി ചെയ്യുന്ന കഥാപാത്രം എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളത് ലൂസിഫറിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്ര ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രമാണെന്നുള്ളത് മാത്രമല്ല, ഇതിലേക്ക് വരുമ്പോൾ വീണ്ടും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കുറെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രം കൂടി ആയിരിക്കാം. ആൻഡ് എപ്പോഴും പ്രിയദർശിനി രാംദാസിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ആരും ഇല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിനക്ക് ചെല്ലാൻ ഒരാളെ ഉള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ, ചുറ്റുമുള്ളവരൊക്കെ അല്ലെ. അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അറിയുന്നവർ കമ്മിൽ രേഖപ്പെടുത്തുക. നമ്മുടെ പ്രധാനപ്പെട്ട ആള് വൻമരം പറഞ്ഞിട്ടുള്ള ഡയലോഗാണത്, രാംദാസ്. സോ ആ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അപ്പൊ നിനക്ക് ഒരാളെ ഉണ്ടാവുള്ളൂ ചെല്ലാൻ, അത് സ്റ്റീഫൻ ആണ് മോളെ എന്ന് പറഞ്ഞില്ല ഡയലോഗ്. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ കൂടെ തന്നു. അതോടുകൂടി റിക്യൂനാണ് വരുന്നതെന്നുള്ളതിന് ഒരു വിലങ്ങ് വീണിട്ടുണ്ട്. ഇനി വരാനുള്ള 4 കഥാപാത്രങ്ങൾ, ക്യാരക്ടർ നമ്പർ 4, നമ്പർ 3, നമ്പർ 2, നമ്പർ 1. ഇതിൽ ഓഫ്കോഴ്സ് പൃഥ്വിരാജ് ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് പൃഥ്വിരാജിനെ ഇതിൽ കാണിച്ചിട്ടില്ല. ഈ 36 ക്യാരക്ടേഴ്സിൽ എന്തായാലും കാണിച്ചിട്ടില്ല. ലാലേട്ടൻ ഉണ്ടാവും, പിന്നൊരു കഥാപാത്രം ആരെന്നറിയില്ല, ആൻഡ് ടൊവിനോ തോമസ്. അപ്പൊ പല ആൾക്കാരും പറഞ്ഞു ടൊവിനോനെ ഓൾറെഡി കാണിച്ചു എന്ന്. ഈ 36 കഥാപാത്രങ്ങളിൽ കാണിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ല. കാണിച്ചിട്ടുണ്ടോ? ഈ 36 കാണിച്ചിട്ടില്ല. ടൊവിനോടെ ആ ഒരു ലുക്ക് ചെരിഞ്ഞിങ്ങനെ നിൽക്കുന്ന, എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന, അത് രാംദാസിന്റെ വലിയ ഫ്രെയിമിന് മുമ്പിൽ നിൽക്കുന്ന ഒരു സാധനം കാണിച്ചു. അത് ഈ ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക്, തേർഡ് ലുക്ക് ഒക്കെ ഇറങ്ങിയ പോലെ ലാലേട്ടന്റെയും
പൃഥ്വിരാജിന്റെ ഒക്കെ ഇറങ്ങിയ പോലെ ആ കൂട്ടത്തിലും കാണിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ഈ 36 ക്യാരക്ടേഴ്സ് ആയിട്ട് ഇൻട്രോ ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ വന്നിട്ടുള്ള ഒരു പ്രധാന കമന്റ്, അതായത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇനിയിപ്പോ ആരൊക്കെ ആയിരിക്കും, ലാലേട്ടൻ, പൃഥ്വിരാജ്, ടോബിനോ ആൻഡ് ഏതോ ഒരാൾ എന്ന് പറഞ്ഞപ്പോ അതിന് താഴെ വന്നിട്ട് ഒരു കമന്റ് ഉണ്ട്. ഫാസിൽ സംസാരിക്കുന്ന സമയത്ത്, ഫാസിലിന്റെ അച്ഛന്റെ കഥാപാത്രം കാണിക്കുന്ന സമയത്ത് ഫാസിൽ ഇതിൽ ഒരു ഇൻട്രോ ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. സംസാരിക്കുന്ന സമയത്ത് എടുത്തു പറഞ്ഞുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 40ഓളം കഥാപാത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ 36 എന്ന് പറഞ്ഞാൽ മേ ബി 40ഓളം ആയിരിക്കാം. പക്ഷെ നമ്മൾ ശരിക്കും കൂടി കൂട്ടി വായിച്ചാൽ ഈ 36 കഥാപാത്രങ്ങൾ കൂടാതെ സർപ്രൈസ് ക്യാരക്ടേഴ്സ് 2-3 ഇനിയും കാണും. അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ കാണിച്ച സർപ്രൈസ് അല്ലേ? ആണ്, സർപ്രൈസ് ആണ്. ഈ ജെറോം ഫിലിമിനടക്കം വൻ സർപ്രൈസുകളാണ്. ഇപ്പൊ റിക്യുവിനെ കാണിക്കുകയാണെങ്കിൽ അതും വൻ സർപ്രൈസ് ആണ്. അതൊന്നും കൂടാതെ വീണ്ടും 1-2 സർപ്രൈസ് ക്യാരക്ടേഴ്സ് ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ ചില വൻ മരങ്ങളും ഉണ്ടാകും. ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നു പറയാൻ പറ്റില്ല, ആഗ്രഹിക്കുന്നു. അതല്ലേ ശരി. കാരണം നമ്മൾ വെറുതെ വിശ്വസിച്ചിട്ട്, നമ്മൾ വെറുതെ പ്രതീക്ഷിച്ചിട്ട് അതുകൊണ്ട് കാര്യമില്ല. ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. March 27 അതൊരു വൻ ഡേറ്റ് ആയിരിക്കും. കാൻ വെയിറ്റ് തിയേറ്ററിൽ ഇത് കാണാനുള്ളൊരു എന്തായിരിക്കും രസമല്ലേ. പോയിട്ട് നമ്മളെ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരോ സർപ്രൈസ് സാധനങ്ങൾ ഇങ്ങനെ വരണം. കാണിക്കരുത് സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ സത്യം പറഞ്ഞാൽ കാണിക്കരുത് ഈ 36 അതിനപ്പുറത്തേക്ക് ഈ സർപ്രൈസ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ 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 തരണം. ഓരോ വൻ സീനിൽ വമ്പൻ മ്യൂസിക്കിൽ, BGM ദീപക് ദേവന്റെ ഒക്കെ മാസ് സാധനങ്ങളുടെ ഇടയിൽ അതിനിടയിൽ ചില പാട്ടുകളും സാധനങ്ങളൊക്കെ തന്നിട്ട് ഇങ്ങനെ തീപ്പൊരിയായിട്ട് ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന മൊമെന്റിൽ ഇങ്ങനെ വരണവരൊക്കെ എന്ത് ജാതി ഫീലായിരിക്കും. 2 മിനിറ്റ് മതി. കാരണം എത്ര ആളുകളെയാണ് ഇപ്പോ ഇതുപോലെ ഇന്നത്തെ കമന്റിൽ വന്നൊരു മെയിൻ സാധനമാണ്, ഇവർക്ക് എല്ലാവരും കൂടി ഒരു 10-18 മണിക്കൂർ മതിയാവുമെന്ന്. അത് 3 പാർട്ടാണല്ലോ. 3rd പാർട്ടായിരിക്കും ഇതിന്റെ മെയിൻ പരിപാടി. അത് കൂട്ടിട്ട് കത്തിക്കുന്ന പരിപാടി ആയിരിക്കും തിയേറ്ററിൽ. അമ്മാതിരി വൻ സാധനമായിരിക്കും. അപ്പൊ 2nd പാർട്ടിൽ ഇതൊക്കെ ഇങ്ങനെ തൊടുത്ത് വെക്കലായിരിക്കും ചിലപ്പോൾ. അത് എവിടെ കൊള്ളുന്നു എന്താന്നുള്ളത് 3rd പാർട്ടിലായിരിക്കും കാണിക്കുക. അപ്പൊ ഇവർക്കൊക്കെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് രീതിയിലുള്ള സ്പേസും കാര്യങ്ങളും ആയിരിക്കാം. പിന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ മെയിൻ ആളുകളൊക്കെ ചിലപ്പോൾ ഒറ്റ സീനിലോ 2 സീനിലോ വന്ന് ഒരു കോമ്പിനേഷൻ സീൻ പോലെയൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ കാണിക്കാനൊക്കെ ഒരുപാട് സമയമുണ്ട്. ആൻഡ് പൃഥ്വിരാജാണ് വെറുതെ വിളിച്ചിട്ട് ഈ പടം ഒന്ന് വലുതാക്കിയേക്കാം എന്ന് പറഞ്ഞിട്ട് വെറുതെ വിളിച്ചിട്ട് ചെയ്യുന്നതിന് തോന്നുന്നില്ല. കാരണം ഈ പടം വലുതാക്കാൻ അദ്ദേഹത്തിന് ഒറ്റ പേര് മതി, മോഹൻലാൽ. അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ എനിക്ക് ലാലേട്ടനില്ലേ പിന്നെ എന്തിനാണ് ചോദിച്ച പോലെ അതിനപ്പുറത്തേക്ക് ഇവരൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. സോ കൊണ്ടുവരുന്നത് അത് കറക്റ്റ് ആയിട്ട് ആ ക്യാരക്ടർ ഇവർ മാച്ചാണ്, ഇവർ ചെയ്യണം എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സുരാജിനെ പോലുള്ള ആളുകൾ പറഞ്ഞതിന്റെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ മേ ബി ഉണ്ടാവാം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായിട്ടുള്ള സ്പേസും അതിൻ്റെതായിട്ടുള്ള മാസും ഉണ്ടാവും, ക്ലാസും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഇത് ലൂസിഫറിന്റെ അടുത്ത പാർട്ടാണ്.